ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ പാർട്ട് 1, ഇഡിയം പാർട്ട് 3. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ഏതൊക്കെയാണ്? എ, ആന്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ, ആന്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ യൂസേജ് മത്സര പരീക്ഷകൾക്ക് സ്ഥിരം ചോദ്യമാണ്. വവൽ വവൽ സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിലാണ് സാധാരണ ആൻ ഉപയോഗിക്കുന്നത്. ഇവ എ, എ, ഇ, ഐ, ഒ, യു അല്ല, മറിച്ച് ഉച്ചരിച്ച് നോക്കുക. ഓക്കെ, മലയാള സ്വരാക്ഷരങ്ങൾ ആ, ആ, ഇ, ഉ, ഊ, എ, ഐ, ഒ, ഔ മുന്നിൽ എ, ആൻ ഉപയോഗിക്കണം. മലയാള സ്വരാക്ഷരങ്ങൾക്കു മുന്നിൽ ആൻ ഉപയോഗിക്കണം. ഓറഞ്ച് ഓ, ആൻ ഓറഞ്ച്. അംബ്രല്ല ആ, ആൻ അംബ്രല്ല. ഹോണസ്റ്റ് ഓ, ആൻ ഹോണസ്റ്റ്. അവർ, ആൻ അവർ. എലിഫന്റ് എ, ആൻ എലിഫന്റ്. അഗ്ലി മാൻ ആ, ആൻ അഗ്ലി മാൻ. കൺസോണന്റ് സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിലാണ് എ ഉപയോഗിക്കേണ്ടത്. കൺസോണന്റ് സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിലാണ് എ ഉപയോഗിക്കേണ്ടത്. സ്വരാക്ഷരമല്ലാത്ത ഏത് ശബ്ദത്തിനും. ഓക്കെ, പെൻ പേ, എ പെൻ. യൂണിയൻ യു, എ യൂണിയൻ. സിഇഒ സി, എ സിഇഒ. ഹിസ്റ്റോറിയൻ ഹി, എ ഹിസ്റ്റോറിയൻ. യൂണിവേഴ്സിറ്റി യു, എ യൂണിവേഴ്സിറ്റി. ഹൈസ്കൂൾ ഹൈ, എ ഹൈസ്കൂൾ. ഓക്കെ, യൂസ് എ ഓർ ആൻ. എ, ഇവിടെ എ ആണ് വരുന്നത്, അപ്പോ ആൻ ഫിർ എന്ന് പറയാം. ഇവിടെ എ ആണ് വരുന്നത്, എ എം എ. ഓക്കെ, എ വരുമ്പോ ആൻ വരും. ഓക്കെ, എ പെന്ന്. യൂണിയൻ സി, സിഇഒ. ഹി, ഹിസ്റ്റോറിയൻ. യൂണിവേഴ്സിറ്റി യു, ഹൈസ്കൂൾ ഐ, അതിലൊക്കെ എ വരും. അപ്പൊ ഇവിടെ ഫിർ, ഫിർ എ ആണ് വരുന്നത്. എച്ച്. ഓക്കെ, ഫിർ. ഇവിടെ ആൻ വരും, ആൻ ഫിർ. ഇവിടെ എം എ, ആൻ എം എ. ആൻ എൽ എൽ ബി. ആൻ എച്ച് ഒ ഡി. എ ഉട്ടോപ്പിയൻ. ആൻ ഐലൻഡ് അല്ലെ. ഐ, ഐ വരുന്നത് ഹൈ, ഐ, ഐ വരുന്നത് എ അല്ലേ. എ. ഓക്കെ, എ ഐലൻഡ്. ഇങ്ക് പോട്ട് ഇ, ഇ വരുന്നതോ സി. ഓക്കെ, സ്വരാക്ഷരങ്ങൾ. ഓക്കെ, മലയാള സ്വരാക്ഷരങ്ങൾ എ മുന്നിൽ വന്നാല് എ എൻ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോ ഇങ്ക് ബോട്ട്, ആൻ ഇങ്ക് ബോട്ട്. ആൻ അയർലൻഡ്. എ ഉട്ടോപ്പിയൻ. എ യൂണിവേഴ്സിറ്റി. എ 6 year പ്ലാൻ. ആൻ 8 year പ്ലാൻ. ഓക്കെ, അടുത്തത് എ മാൻ ഇൻ എ തൗസൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നാണ് അർത്ഥം, വിശിഷ്ട വ്യക്തി. എ മാൻ ഇൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് പേഴ്സൺ. എ വൈൽഡ് ഗോസ് ചേസ് എന്ന് പറഞ്ഞാൽ എ ഫോളിഷ് ആൻഡ് ഹോപ്പ്ലെസ് സെർച്ച് എന്നാണ് അർത്ഥം, വിഫല ശ്രമം. ഓൾ ഇൻ ഓൾ എന്ന് പറഞ്ഞാൽ ദി ചീഫ് എന്നാണ് അർത്ഥം, പ്രധാനി, പ്രധാനി. ഓൾ വാക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലെവൽസ് ഓഫ് സൊസൈറ്റി എന്നാണ് അർത്ഥം, എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരും. ദി ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറഞ്ഞാൽ എ വെരി ഡിയർ വൺ, എ വെരി ഡിയർ വൺ. എ ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ എ വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലസന്റ് കണ്ടീഷൻ. എ ബേർഡ് ഓഫ് പാസേജ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ട്രാവൽസ് വൈഡ്ലി. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, എ ഫാൾ സ്റ്റോറി എന്നാണ് അർത്ഥം. എ ക്രൈ ഇൻ ദി വൈൽഡർനെസ്, എ യൂസ്ലെസ് അറ്റംപ്റ്റ് എന്നാണ് അർത്ഥം. എ ഹെർക്കൂലിയൻ ടാസ്ക്, എ ഡിഫിക്കൽട്ട് ജോബ് എന്നാണ് അർത്ഥം. ആൻ അയേൺ വിൽ, എ സ്ട്രോങ് വിൽ എന്നാണ് അർത്ഥം. എ ലോഫിംഗ് സ്റ്റോക്ക്, ആൻ ഒബ്ജക്ട് ഓഫ് റെഡിക്യൂൾ എന്നാണ് അർത്ഥം. എ റെഡ് ലെറ്റർ ഡേ, എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ. എ പാസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആൻ എക്സ്പേർട്ട് എന്നാണ് അർത്ഥം. എ ടോൾ ടോക്ക് എന്ന് പറഞ്ഞാൽ എ സ്റ്റോറി ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബിലീവ്. എ ഉട്ടോപ്പിയൻ
സ്കീം എന്ന് പറഞ്ഞാൽ ആൻ ഐഡിയൽ ഓർ ഇമാജിനറി സ്കീം. എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എ ഫൂളിഷ് അറ്റംപ്റ്റ്. യോമാൻ സർവീസ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് വർക്ക് എന്നാണ് അർത്ഥം. എ സ്റ്റോം ഇൻ ദി ടീ കപ്പ് എന്താണ് അർത്ഥം? എ ഗ്രേറ്റ് ടെൻഷൻ ഓവർ എ സിമ്പിൾ മാറ്റർ. എ ഡഫ് ഇയർ എന്ന് പറഞ്ഞാൽ റിഫ്യൂസ് ടു ഗ്രാൻഡ്. ആൻ ഇച്ചിങ് പാം എന്ന് പറഞ്ഞാൽ ടേക്സ് ബ്രൈബ്സ്. അറ്റ് മൈ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ റെഡി ഫോർ യൂസ് എന്നാണ് അർത്ഥം. അറ്റ് ദി 11th hour എന്ന് പറഞ്ഞാൽ അറ്റ് ദി ലാസ്റ്റ് മൊമെന്റ് എന്നാണ് അർത്ഥം. എ ഫാർ ക്രൈ എന്ന് പറഞ്ഞാൽ എ ലോങ് വേ. അറ്റ് ബേ എന്ന് പറഞ്ഞാൽ ഇൻ എ ടൈറ്റ് കോർണർ. എ ക്ലോസ് ഷേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ നാരോ എസ്കേപ്പ് ഫ്രം സീരിയസ് ഡേഞ്ചർ. ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്താണ് അർത്ഥം? സെൽഫിഷ് മോട്ടീവ് എന്നാണ് അർത്ഥം. എ കോൾഡ് ഫിഷ് എന്താണ് അർത്ഥം? എ പേഴ്സൺ ഡിവോയ്ഡ് ഓഫ് ഇമോഷൻസ്. എ ബി ഇൻ വൺസ് ബോണറ്റ് ടു ബി ഒബ്സസ്ഡ് ബൈ സംതിങ് എന്നാണ് അർത്ഥം. എ ബോൺ ഓഫ് കണ്ടൻഷൻ എന്താണ് അർത്ഥം? എ കോസ് ഓഫ് കോറൽ, എ കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. എ ബുൾ ഇൻ എ ചൈന ഷോപ്പ്, എ മിസ്ഫിറ്റ് പേഴ്സൺ എന്നാണ് അർത്ഥം. എ ഡാർക്ക് ഹോഴ്സ്, എ പേഴ്സൺ ഓഫ് ഹിഡൻ ക്വാളിറ്റീസ് എന്നാണ് അർത്ഥം. എ ഡോഗ് ഇൻ ദി മാങ്കർ ആറ്റിറ്റ്യൂഡ്, എ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് എന്നാണ് അർത്ഥം. എ ലോഫിംഗ് സ്റ്റോക്ക്, an object of fun and ridicule എന്നാണ് അർത്ഥം. എ വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഡിസ്ക്രേജ് അതേഴ്സ്. എ വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഡിസ്ക്രേജസ് അതേഴ്സ്. എബോ ഓൾ എന്ന് പറഞ്ഞാൽ മോർ ദാൻ എനിത്തിങ് എൽസ്. എബോ എബോ ബോർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് എന്നാണ് അർത്ഥം. ആൻഡ് ഓളി ടങ് എന്ന് പറഞ്ഞാൽ എ ഫ്ലാറ്ററർ ആൻഡ് ഇൻസിൻസിയർ വൺ. ആസ് കൂൾ ആസ് എ കുക്കുംബർ എന്ന് പറഞ്ഞാൽ വെരി കാം ആൻഡ് കൺട്രോൾഡ്. അറ്റ് ആംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു കീപ്പ് അറ്റ് എ ഡിസ്റ്റൻസ്. അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ. അറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ എന്നാണ് അർത്ഥം. അറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ എന്നാണ് അർത്ഥം. അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ബി എനിമീസ്, ടു ബി അറ്റ് വാർ. അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപ്ലെക്സ്ഡ്, കൺഫ്യൂസ്ഡ്, നോട്ട് നോയിങ് വാട്ട് ടു ഡു. അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻ ഡേഞ്ചർ എന്നാണ് അർത്ഥം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.